രാവണവിലാപം. രാവണന്റെ ശക്തിയായിരുന്നു ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടുവെന്നുള്ള വാർത്ത രാവണനെ ദുഃഖാർത്തനാക്കി. ജാനകിയാണ് ഇതിനെല്ലാം കാരണമെന്നും അവളെ കൊന്ന് ഇന്ന് തന്നെ അവളുടെ ചോര കുടിക്കുമെന്നും രാവണൻ പറയുന്നു. വർദ്ധിച്ച കോപത്തോടെ അശോകവനികയിലേക്ക് നടന്നെടുക്കുന്ന രാവണനെ കണ്ട് സീത ഭയന്നുപോയി. എന്നാൽ അന്നേരം ധർമ്മിഷ്ഠനും ബുദ്ധിമാനുമായ രാവണന്റെ മന്ത്രി രാവണനെ അനുനയിപ്പിക്കുന്നു. രാവണന്റെ മഹത്വങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്നു. അങ്ങ് വിനയവാനാണെന്നും ആണുങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു സ്ത്രീയെ കൊന്നാൽ അത് അങ്ങയുടെ യശസ്സിനെ ബാധിക്കുമെന്നും മന്ത്രി പറയുന്നു. അങ്ങനെ രാവണൻ ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറുന്നു. രാവണന്റെ ഹോമവിഘ്നം. ശുക്രമുനിയോട് രാവണൻ സഹായം ചോദിക്കുന്നു. യുദ്ധം വിജയിക്കാൻ ഹോമം നടത്തണമെന്ന് ശുക്രമുനി ഉപദേശിക്കുന്നു. യാഗത്തിന് ശേഷം ആയുധങ്ങളും വാഹനങ്ങളും ഒക്കെ ലഭിക്കുമെന്നും ശുക്രമുനി പറയുന്നു. പിന്നീട് ആർക്കും രാവണനെ തോൽപ്പിക്കാനും കഴിയുകയില്ല എന്ന് ശുക്രമുനി അറിയിക്കുന്നു. എന്നാൽ കൊട്ടാരത്തിനകത്ത് തന്നെ പാതാളലോകം പോലെ ഗുഹയുണ്ടാക്കി അന്തഃപുരത്തിനുള്ളിലാണ് അത് തയ്യാറാക്കിയത്. വാതിലൊക്കെ അടച്ച് ഹോമം തുടങ്ങി. എന്നാൽ ഹോമധൂപം കാണുന്ന വിഭീഷണന് കാര്യങ്ങൾ മനസ്സിലായി. വിഭീഷണൻ ബാക്കിയുള്ളവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ഹോമം പൂർത്തിയായാൽ പിന്നെ ആർക്കും രാവണനെ ജയിക്കാനാവില്ല എന്ന് പറയുന്നു. ശേഷം ഹോമം മുടക്കുവാനുള്ള ദൗത്യം മാരുതിയും അംഗദനും കൂടെയുള്ള കപികളും ഏറ്റെടുത്തു. ലങ്കയിലേക്ക് അതിക്രമിച്ചു കയറിയ സംഘത്തിൽ ആംഗ്യത്തിലൂടെ വഴികാട്ടിയത് വിഭീഷണന്റെ ഭാര്യ സരമയാണ്. അംഗദൻ വാതിൽ പൊളിച്ചു. ഗുഹയിൽ ഇറങ്ങി. കപികൾ രാവണനെ ഉപദ്രവിച്ചു. എന്നാൽ തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാത്ത രാവണൻ കുലുങ്ങിയില്ല. രാവണൻ എഴുന്നേൽക്കണമെങ്കിൽ രാവണന്റെ ഭാര്യയെ ഉപദ്രവിക്കണമെന്ന് തീരുമാനിച്ച് കപികൾ മണ്ഡോദരിയെ ആക്രമിച്ചു. മണ്ഡോദരിയുടെ വാക്കുകൾ രാവണനെ ഉണർത്താൻ പോന്നവയായിരുന്നു. വാനരന്മാരുടെ തല്ലുകൊള്ളാൻ ഞാൻ എന്തു ദുഷ്കൃതമാണ് ചെയ്തതെന്നും തന്നെ ഉപദ്രവിക്കുന്നത് കണ്ടിരിക്കാൻ നാണമില്ലേ എന്നും, എന്തിനു വേണ്ടിയാണ് ഈ ധ്യാനം, എല്ലാവരെയും കൊന്നൊടുക്കിയിട്ടും നിനക്കിനിയും ജീവിക്കാൻ ആഗ്രഹമോ? ഭാര്യയ്ക്ക് വേദനിച്ചാൽ പുരുഷനു വേദനിക്കും. ഇതിലും നല്ലത് നീ മരിക്കുന്നതാണ് രാവണ എന്നുള്ള മണ്ഡോദരിയുടെ ക്രോധം നിറഞ്ഞ വാക്കുകൾ കേട്ട് രാവണൻ ഹോമം ഉപേക്ഷിച്ച് എഴുന്നേറ്റു. അംഗദനെ ആക്രമിക്കാനായി അടുത്തതും വാനരസംഘം ഹോമം മുടക്കിയ സന്തോഷത്താൽ തിരികെ ഓടി തങ്ങളുടെ സൈന്യത്തോടൊപ്പം ചേരുന്നു.